ഹലോ. ഇന്ന് ഞങ്ങൾ ഒരു എൻഗേജ്മെൻറ്റിന് പോവുകയാണ് കേട്ടോ. വേറെ ആരതുമല്ല, എൻ്റെ നാത്തൂൻ്റെതാണ്. മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നാത്തൂൻ എന്നുള്ള സ്ഥാനം വന്നത്. അതിന് മുന്നേ അവൾ എൻ്റെ ഫ്രണ്ടായിരുന്നു. ഞങ്ങളൊക്കെ 10th കൂടെ പഠിച്ചതാണ്. അത് ഇപ്പോൾ മാരേജ് കഴിഞ്ഞപ്പോൾ നാത്തൂനായി വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നു. പിസ്ത വെള്ളമായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുടിച്ചു, യുവയ്ക്കും കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ വന്നിട്ടില്ല, ചെക്കൻ്റെ കുറച്ച് ആൾക്കാരാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മയും വെള്ളം കുടിക്കുന്ന സമയത്ത് യുവ ഇങ്ങനെ കളിക്കുന്നുണ്ട്. യുവയ്ക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് യുവ അങ്ങനെ ചോദിക്കുക. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാരണവന്മാരിരുന്നിട്ട് കല്യാണ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിശ്ചയിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മേലെ പോയി. യുവനൊക്കെ കുറച്ച് ചൂടില്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലെ ടെറസിൻ്റെ മേലെ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ചെക്കൻ്റെ വീട്ടുകാർ ഫുഡ് കഴിക്കുമായിരുന്നേ. അതിൻ്റെ ഇടയിൽ ശ്യാമേച്ചും ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു ഒരു ഹായ് കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ താഴേക്ക് പോയി. താഴെ പോയപ്പോൾ ഒരു വളയിടൽ ചടങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ വള ഇട്ടത്. പിന്നെ ഒരു മോതിരവും കൂടെ അവരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ആയിട്ട്. ആളെ കിട്ടാനില്ലായിരുന്നു, അവരൊക്കെ വന്ന് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ പോയി നിന്നു, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആളെ ഞങ്ങൾക്ക് കിട്ടി. അത് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കിട്ടിയ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക തരം ബ്ലൗസിൻ്റെ ഡിസൈനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ സാധാ ചോറും ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്, നല്ല രസമുണ്ടായിരുന്നു ഫുഡ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അധികം അവിടെ നിന്നിട്ടില്ല, യുവയ്ക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഉറക്കവും ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചിട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ആൾ നല്ല ഉറക്കത്തിലേക്ക് വന്ന് അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് ഉറങ്ങിപ്പോയി. പിന്നെ ചേച്ചിയും ചേട്ടനും അമ്മയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചത്. ഞങ്ങൾ അവിടെ എത്തി.